ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫ്രൈഡേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വീക്കെൻഡിൽ സൺഡേസിലാണ് മോസ്റ്റ്ലി ഞാനിങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്രിപ്പ് ചെയ്ത് വെക്കാറുണ്ട്. ഒരുപാട് ഭയങ്കര സംഭവങ്ങളൊന്നും അല്ല, ഇതെൻ്റെ റുട്ടീൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ മുടങ്ങാതെ ചെയ്യുന്ന കാര്യമാണ് ഇത്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് വീക്ക് ഡേയ്സിൽ സമാധാനമായിട്ട് ആമയെ സ്കൂളിൽ വിടാൻ പറ്റുള്ളൂ. വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാഴ്ചയിലത്തേക്കുള്ള ഒരു മീൽ പ്രിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ചൊരു 1-2 മണിക്കൂർ, അത്രയൊന്നും വേണ്ട, അരമണിക്കൂറൊക്കെ മതി. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്പീഡപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ടൈം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ എന്തുണ്ടാക്കും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. നമുക്ക് എന്താണ് അടുത്ത് കുട്ടികൾക്ക് മെനു ചെയ്ത് കൊടുക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാ വീക്കിലും മുടങ്ങാതെ ചെയ്യുന്ന കാര്യമാണ്. ഇടയിൽ 1-2 ആഴ്ച ഞാനിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് നല്ലപോലെ പണിയും കിട്ടി. എന്നോട് എപ്പോഴും ഐശ്വര്യ കംപ്ലൈൻറ്റ് പറയുന്നൊരു കാര്യമാണ്, മീൽ പ്രിപ്പ് ചെയ്യുന്ന കാര്യം ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഒരുപാട് തവണ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. മീൽ പ്രിപ്പ് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ നമുക്ക് മടിയാണ് മെയിനായിട്ടുള്ളൊരു കാര്യമല്ലേ. നമുക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കാണും. പ്രത്യേകിച്ച് വീക്കെൻഡിൽ ഇത് ചെയ്യാൻ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ സാഹചര്യം ആയിരിക്കില്ല. ചിലപ്പോൾ വീക്കെൻഡിൽ സൺഡേസിലായിരിക്കും നിങ്ങൾ പുറത്ത് പോകുന്നത്, ചിലപ്പോൾ അന്നത്തെ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് കാണും അല്ലേ. അപ്പം അങ്ങനെയുള്ള വീട്ടമ്മമാർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങൾ ഡെയിലി എന്തായാലും മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് എന്തായാലും എക്സ്ട്രാ കിട്ടുമല്ലോ. അപ്പോൾ ഡെയിലി ഒരു അരമണിക്കൂർ പിറ്റേ ദിവസത്തേക്കുള്ള മീൽ പ്രിപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മെനു എങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് എഴുതിയെങ്കിലും വെക്കുക എവിടെയെങ്കിലും, പിറ്റേ ദിവസം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ വീക്കിലി ഉള്ള മീൽ പ്രിപ്പ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ എനിക്ക് ഉള്ളി പൊളിച്ച് വെക്കുന്നത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെക്കുന്നത്, ഈ വെജിറ്റബിൾസൊക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കുന്നത്. ഞാനാണെങ്കിൽ വെജിറ്റബിൾസൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് അങ്ങനെ തന്നെ ഇട്ടേക്കില്ല. അത് അപ്പം തന്നെ എത്ര തിരക്കാണെങ്കിലും ആ വെജിറ്റബിൾസ് എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ എൻ്റെ അടുത്ത പണിയിലോട്ട് ഞാൻ പോവുള്ളൂ. അതെനിക്ക് പണ്ട് തൊട്ടേ നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതെനിക്ക് എന്തോ ഞാനങ്ങനെ ശീലിച്ച് പോയതാണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഫ്രിഡ്ജിനകത്ത് എല്ലാ ബോക്സുകളിലും എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ഫില്ല് ചെയ്തിരിക്കണം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് പോയി ചെക്ക് ചെയ്ത് നോക്കും എന്തെങ്കിലുമൊക്കെ അതിനകത്ത് എക്സ്ട്രാ സാധനങ്ങൾ കിടപ്പുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടോ എന്നൊക്കെ. അപ്പം മീൽ പ്രിപ്പിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ വെജിറ്റബിൾ പർച്ചേസ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് തീരുന്നതിനനുസരിച്ച് ഒന്നുകിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ കയ്യോടെ തന്നെ അത് മേടിച്ച് വെക്കാനോ ശ്രമിക്കുക കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ചെറിയ ചെറിയ ടിപ്പുകളാണ്. പിന്നെ ഈ പച്ചമുളകൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തണ്ടൊന്ന് എടുത്ത് കളഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടൊരു ബോക്സിനകത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഇട്ട് വയ്ക്കുക. പിന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ നേരത്തെ കഴുകിയിട്ടാണ് ഫ്രിഡ്ജിലോട്ട് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കഴുകാറേ ഇല്ല കേട്ടോ. കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുകി പോകും. ഒരുപാട് വെജിറ്റബിൾസ് എനിക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കണ്ടു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എടുത്ത് ക്ലീൻ ചെയ്ത് അങ്ങനെ തന്നെ എടുത്ത് അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് കഴുകിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചിലരാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ബോക്സുകളിൽ സൂക്ഷിക്കുകയല്ലേ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ചീരയൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഇതുപോലെ നേരത്തെ കൂട്ടി കഴുകി അന്നത്തെ ദിവസം തന്നെ അത് മാക്സിമം കട്ട് ചെയ്ത് ബോക്സിലോട്ട് വെക്കും കേട്ടോ. കാരണം ചീരയൊക്കെ നമ്മളെടുത്ത് ഈ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വാടിപ്പോകും, പെട്ടെന്ന് ഇല്ലാതായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ കട്ട് ചെയ്ത് നമ്മൾ ബോക്സിനകത്ത് ചീര വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരുന്നോളും. അങ്ങനെ ഭയങ്കരമായിട്ട് ഇല്ലാതായി പോകത്തൊന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മേലെ ചീര കട്ട് ചെയ്ത് ഒരു ബോക്സിൽ അടച്ച് വെച്ചാലും മതി. പിന്നെ മെയിനായിട്ട് ഈ കറിവേപ്പില, മല്ലിയില അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേടായി പോകുന്നതല്ലേ. അതും ഇതുപോലെ ബോക്സിനകത്ത് ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് അതിനകത്ത് ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് മേലെയും കൂടി ഈ ഇലകളുടെ മേലെ ഒരു ടിഷ്യൂ പേപ്പറും കൂടി വെച്ച് കൊടുത്താൽ കുറേ നാൾ കേടാവാതെ ഇരുന്നോളും.
അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂഷ്വലി ഫോളോ ചെയ്യുന്ന ടിപ്സുകൾ. പിന്നെ മീൽ പ്രിപ്പ് എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെട്ടെന്ന് എന്തെങ്കിലും സാധനം തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രിപ്പ് ചെയ്ത് വെക്കുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരത്തെ കൂട്ടി അറിയാൻ പറ്റുമല്ലോ. അതുമാത്രമല്ല അതിനനുസരിച്ചിട്ടുള്ള കറികളും നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ പൊതുവേ അങ്ങനെ എൻ്റെ വീട്ടിൽ ആമിയും ഹസ്ബൻഡും എനിക്കും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കൂടുതലും ഞാൻ പർച്ചേസ് ചെയ്യുള്ളൂ. പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ നിൽക്കാറില്ല കേട്ടോ. കാരണം ഒരുപാട് തവണ എനിക്ക് പണ്ടൊക്കെ കുറേ വെജിറ്റബിൾസ് ഇങ്ങനെ ഇല്ലാതാക്കി കളയേണ്ടി വന്നിട്ടുണ്ട്. പരീക്ഷണം നടത്തിയിട്ട് ഇവരാരും കഴിക്കില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ മാക്സിമം അങ്ങനത്തെ സാധനങ്ങൾ എടുക്കില്ല. ഒരേ വെജിറ്റബിൾ തന്നെ പല രീതിയിലുള്ള റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലും ഞാനിങ്ങനെ വെറൈറ്റി റൈസാണ് വെക്കുന്നത്. പിന്നെ പച്ചക്കറികളെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ സെപ്റ്റോന്ന് എടുത്തിട്ടുള്ളതുണ്ട് കേട്ടോ. നേരത്തെ എടുത്തു വെച്ചതാണ്. അത് ഞാൻ ഫ്രിഡ്ജിനകത്ത് അങ്ങനെ തന്നെ കവറിനകത്താക്കി വെച്ചിരുന്നു. അതൊക്കെ ഇന്ന് കട്ട് ചെയ്ത്, കത്തിരിക്കയൊക്കെ ആണെങ്കിൽ അത് ഇതിൻ്റെ തണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. കത്തിരിക്കയുടെ തണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടാവാതിരിക്കും. തണ്ടോട് കൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ഇതുപോലെ ഒരു ഓപ്പൺ ബാസ്ക്കറ്റിനകത്ത് ഇട്ട് ഇങ്ങനെ വെച്ചേക്കാണ് ചെയ്യുന്നത് കേട്ടോ, ഫ്രിഡ്ജിൻ്റെ ആ ഒരു വെജിറ്റബിൾ ബോക്സിനകത്ത്. കഴിഞ്ഞ ദിവസം നമുക്കൊരു സഹോദരി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ പ്യൂരിഫയർ ഏതാണെന്ന്. പുള്ളിക്കാരി ചെന്നൈയിൽ 2 വർഷമായിട്ട് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് വാട്ടർ പ്യൂരിഫയർ യൂസ് ചെയ്തിട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്യൂരിറ്റിൻ്റെതാണ്. ഞങ്ങളും ഒരുപാട് ഈ വാട്ടർ പ്യൂരിഫയർ മാറ്റി മാറ്റി പല ബ്രാൻഡുകൾ യൂസ് ചെയ്ത് നോക്കി. ലോക്കൽ ബ്രാൻഡൊക്കെ ഒരുപാട് നമ്മൾ യൂസ് ചെയ്ത് അബദ്ധം പറ്റിയതാണ് കേട്ടോ ഞങ്ങൾക്ക്. പിന്നീട് ഞങ്ങൾ പ്യൂരിറ്റിൻ്റെ റെവീട്ടോ മാക്സ് എന്ന് പറയുന്ന മോഡലിലേക്ക് പോയി. അപ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. റേറ്റ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ടാഗ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ബ്ലാക്ക് മോഡലാണ് എടുത്തേക്കുന്നത്. നമുക്ക് വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ TDS ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. 2 വർഷമായിട്ട് യൂസ് ചെയ്തിട്ടും ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല കേട്ടോ. മുന്നേയൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കേടായി പോയി. ഫിൽറ്റർ എപ്പോഴും മാറ്റാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് ബോർവെല്ലിലെ ഹാർഡ് വാട്ടറാണ്. ഹാർഡ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. മുന്നേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കോർപ്പറേഷൻ വാട്ടറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കോർപ്പറേഷൻ വാട്ടറിൽ ഇടയ്ക്കിടയ്ക്ക് അഴുക്കും പുഴുവും അങ്ങനത്തെ കുറേ അഴുക്ക് പ്രാണികളൊക്കെ വന്ന് കിടക്കും കേട്ടോ. അപ്പോൾ അത് തീരെ നമുക്ക് കൊള്ളത്തില്ല. പ്യൂരിഫൈ ചെയ്താലും നമുക്ക് കുടിക്കാനായിട്ട് തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കണക്ഷൻ കട്ട് ചെയ്തിട്ട് ബോർവെല്ലിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ക്യാൻ വാട്ടർ എടുത്ത് വെച്ചേക്കുമെങ്കിലും മോസ്റ്റ്ലി ഞങ്ങൾ ഈ പ്യൂരിറ്റിൻ്റെ ഈ വാട്ടർ ഫിൽറ്ററിലുള്ള വെള്ളം തന്നെയാണ് എടുക്കുന്നത്. കുളിക്കാനും തുണി കഴുകാനുമാണ് കോർപ്പറേഷൻ വാട്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ പാത്രം കഴുകാനായിട്ട് നമ്മുടെ ബോർവെല്ലിലെ ഹാർഡ് വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഹാർഡ് വാട്ടർ യൂസ് ചെയ്ത് പാത്രം കഴുകുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റെയിൻ ഇങ്ങനെ അതിനകത്ത് നിന്നിട്ട് ചെറിയ പുള്ളി ഡോട്ട് പോലെ വന്ന് നിൽക്കും കേട്ടോ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് വിശദമായിട്ടൊരു വീഡിയോയിൽ പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ തന്നെയാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, മീനാക്ഷി എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. മീനാക്ഷി തന്നെയാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന പാല് ഏതാണെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അധികം മിൽക്ക് യൂസ് ചെയ്യാറില്ല. കാരണം ആമിക്കും എനിക്കും പാലിൻ്റെ അലർജി ഉണ്ട്. പെട്ടെന്ന് കോൾഡും നമുക്ക് വീസിങ് ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് ഞങ്ങൾ ഇൻ കേസ് മേടിക്കുകയാണെങ്കിൽ തന്നെ ഹാറ്റ്സൻ്റെ പാലാണ് മേടിക്കുന്നത്. നേരത്തേക്ക് ആണെങ്കിൽ ആരോഗ്യ പാല് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ആവിൻ്റെ പാല് യൂസ് ചെയ്യായിരുന്നു. ഇവിടെ ചെന്നൈയിൽ നമുക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്ന പാല് എന്ത് പാല് പാക്കറ്റ് പാല് മേടിച്ചാലും ഭയങ്കര കട്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ടി വരും. നാട്ടിലത്തെ രീതിയിൽ നമ്മൾ ചായ ഇടുവാണെങ്കിൽ ഒരു 4 ഇരട്ടി വെള്ളം ചേർക്കേണ്ടി വരും. അത്രയ്ക്കും കട്ടിയുള്ള പാലാണ് കേട്ടോ. എരുമപ്പാലാണെന്നൊക്കെയാണ് പറയുന്നത്, എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾ അങ്ങനെ അധികം മേടിക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും മേടിക്കും ഇങ്ങനെ ചായ കുടിക്കണമെന്ന് തോന്നുമ്പോൾ. മോസ്റ്റ്ലി ഞങ്ങൾ ചായ കുടിക്കാൻ തോന്നുമ്പോൾ ഓൺലൈനിൽ ചായ കിങ്സിൽ നിന്ന് ഓർഡർ ചെയ്താണ് കുടിക്കുന്നത് കേട്ടോ ചായ. എനിക്ക് പുറത്ത് പോയി ചായ കുടിക്കാനൊക്കെ ഇഷ്ടമാണ് ഇവിടുത്തെ, പക്ഷെ ഭയങ്കര മധുരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും പല സമയത്തും ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ റീസെൻ്റായിട്ട് കുറച്ച് ചായ അഡിക്ഷൻ കൂടിയിട്ടുണ്ട്. അതിന് പതിയെ കുറച്ച് കൊണ്ടുവരണം. കുറേ നാളായിട്ട് ഞാൻ ഇത് തന്നെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തിരുന്നതാണ്. പക്ഷെ എന്നാലും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ഇവിടെ ചെന്നൈയിലുള്ളവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെയും കൂടെ അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞേക്കേട്ടോ, അവർക്ക് ഉപകാരപ്പെടും. പിന്നെ ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും റിപ്ലൈ കൊടുത്താലും വീഡിയോയിലും കൂടി എടുത്ത് പറയുന്നത്.
പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നതാണ്, പൂജാപാത്രങ്ങൾ കഴുകുമ്പോൾ ഗ്രീൻ കളറിലുള്ളൊരു ക്ലാവ് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്, അപ്പോൾ അത് പോകാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനാണെങ്കിൽ യൂസ് ചെയ്യുന്ന പൗഡർ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പല സാധനങ്ങളും ടാഗ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർ പാലക്കാട് ആയതുകൊണ്ട് തന്നെ പല സാധനങ്ങളും അവർക്ക് ഷോപ്പിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടാഗ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഏതൊക്കെ പ്രോഡക്ട്സുകൾ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഒരു ഷൈൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, പൂജാപാത്രങ്ങൾ കഴുകാനും സിൽവർ പാത്രങ്ങൾ കഴുകാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ പൂജാപാത്രങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. അതില്ലെങ്കിൽ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് സബീന പൗഡറും അതുപോലെ തന്നെ പുളിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ സബീന പൗഡറും ലെമണും കൂടി യൂസ് ചെയ്തിട്ട്. പൂജാപാത്രങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴുകി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ക്ലാവ് പിടിക്കില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 1-2 ആഴ്ച ഈ ഒരു പൗഡർ യൂസ് ചെയ്ത് കഴുകി നോക്കൂ. അത് കഴിഞ്ഞിട്ട് പതിയെ അത് പോകുന്നതിനനുസരിച്ച് പിന്നെ കഴുകുന്നതിൻ്റെ ആ ഒരു ഡേയ്സ് കുറച്ച് കൊണ്ടുവന്നാൽ മതി. ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം അങ്ങനെയൊക്കെ ആക്കി മാറ്റാം. അപ്പോൾ സ്ഥിരമായിട്ട് പാത്രങ്ങൾ കഴുകി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പച്ച കളർ ആവില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ചന്ദനത്തിരി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് മംഗൾദീപിൻ്റെ ചന്ദനത്തിരിയാണ്. അത് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവറിൻ്റെതാണ്. നല്ല സ്മെല്ലാണ്, നല്ല മൈൽഡ് സ്മെല്ലാണ്. മംഗൾദീപിൻ്റെ ഈ ചന്ദനത്തിരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സൈക്കിളിൻ്റെതും യൂസ് ചെയ്യാറുണ്ട്, സൈക്കിൾ അഗർബത്തീസും. അതും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാണിക്കുന്ന പ്രോഡക്ട്സുകൾ വീഡിയോയിൽ കാണിക്കുന്നതിനനുസരിച്ച് എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത്രയാണ് എനിക്ക് ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഈ വീക്കെൻഡിലുള്ള ഈ ഒരു മീൽ പ്രിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വീക്ക് ഡേയ്സിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും മീൽ പ്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതില്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല എന്നൊരു അവസ്ഥ വരും കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എവിടെ പോയാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു സമാധാനവും കാണത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കൃത്യമായിട്ട് സൺഡേസിൽ ചെയ്യുന്നത്. എത്ര തിരക്കാണെങ്കിലും രാത്രിയാണെങ്കിലും പെട്ടെന്ന് പോയിട്ട് ഓടിപ്പോയിട്ട് പിറ്റേ ദിവസത്തേക്കുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാനൊന്ന് എല്ലാം റെഡിയാക്കി വെച്ചേക്കും. മോസ്റ്റ്ലി ഞാൻ 1 വീക്കിലേക്കുള്ളതാണ് റെഡിയാക്കി വെക്കുന്നത്. പിന്നെ ദോശമാവും അപ്പത്തിൻ്റെ മാവും അതൊക്കെ എനിക്ക് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തേക്ക് വരും കേട്ടോ. ദോശമാവൊക്കെ 3 ദിവസത്തേക്ക് കണക്കിനാണ് ഞാൻ അരച്ച് വെക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ടെൻഷൻ കുറച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ ആവശ്യമുള്ളതൊക്കെ കുക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ജോലികൾ തീർക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഒന്ന് പോത്തീസിലേക്ക് പോയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഗ്രോസറി എടുക്കണമായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ചക്കിലാട്ടിയിട്ടുള്ള മില്ലിൽ ആട്ടിക്കൊടുക്കുന്ന നല്ല ശുദ്ധമായ തേങ്ങ എണ്ണ കിട്ടും, അതായത് വെളിച്ചെണ്ണ. അത് മേടിക്കാനാണ് വന്നത്. 1 കിലോ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇട്ടുകൊണ്ട് പോയ ആ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. റീസെൻ്റായിട്ട് പോത്തീസിൽ നിന്ന് സാരി എടുത്ത സമയത്ത് അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള ജീൻസും ടോപ്പുമാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടെന്ന് പറയണേ. പിന്നെ ഞാൻ റൈസ് ബ്രാൻ ഓയിലൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഞങ്ങൾ അങ്ങനെ ടീ കുടിക്കാത്തവരാണ്, പക്ഷേ ഈ ബ്ലാക്ക് ടീ ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ. ഈ വൈകുന്നേരങ്ങളിൽ കുടിക്കും ചില ദിവസങ്ങളിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 2-3 വെറൈറ്റി ടീ പൗഡറുകൾ ഞാൻ എടുത്തു വെച്ചതാണ്. ഓരോന്നും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. നമ്മുടെ ചാനലിൽ ടീ ഒക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള പൗഡേഴ്സ് ആണോ നല്ലതാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ. സാധാരണ ഞാൻ എപ്പോഴും എടുക്കുന്നത് നമ്മുടെ താജ്മഹലിൻ്റെ ടീ പൗഡറാണ്. ഇത്തവണ ഞാൻ ആസാം ടീ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ട്രിപ്പിൾ റോസിൻ്റെത്, പിന്നെ ഒരു ചോക്ലേറ്റ് ടീ ആണ്. ഇതാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരുന്നു കേട്ടോ, ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ്. പക്ഷേ കുറച്ചധികം പൊടി ഇട്ടാലേ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇടയിൽ ഞാൻ 2 പാക്കറ്റ് കാണിച്ചിരിക്കുന്നത് കോഹിന്നൂർ ബാസ്മതി റൈസ് ആണ് കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും സാധാരണയായിട്ട് എടുക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസ് ആണ് കേട്ടോ, ബ്ലൂ കളറിലിരിക്കുന്നത്. പിന്നെ ഇത് ഇപ്പം തട്ടി വെച്ചതുണ്ടല്ലോ, ഇതാണ് ആസാം ടീ. ഇത് 3 റോസസിൻ്റെ തന്നെ ഒരു ഹെർബൽ ടീ ആണ് കേട്ടോ. എല്ലാ മിക്സും കൂടി ഇട്ടിട്ടുള്ള ഹെർബ്സും കൂടി ഇട്ടിട്ടുള്ളത്. അത് തലവേദനയൊക്കെ എടുക്കുന്ന സമയത്ത് കുടിക്കാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൈഗ്രെയിൻ വരാറുണ്ട്, അപ്പം ഞാൻ ഈ ബ്ലാക്ക് ടീ ഇട്ട് കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ഫ്രൈഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇത് കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ, അതായത്
ഈ സൺഡേ എടുത്തതിൻ്റെ തൊട്ട് പുറകിലുള്ള ഫ്രൈഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം അന്ന് ആടി വെള്ളിയായിരുന്നു, 3-ാമത്തെ ആഴ്ചയായിരുന്നു കേട്ടോ. അപ്പം അന്ന് എന്തേലും ഒന്ന് ക്ഷേത്രത്തിൽ പോകാമെന്ന് കരുതി രാവിലെ തന്നെ ഞാൻ അഷ്ടലക്ഷ്മി വിളക്കും കാമാക്ഷി വിളക്കും വെച്ചിട്ടുണ്ട്, പിന്നെ 5 തിരിയിട്ട വിളക്കും വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഇങ്ങനെയാണ് ഇപ്പോൾ വിളക്ക് വെക്കുന്നത്. വൈകുന്നേരം ഉപ്പുദീപം വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ക്ഷേത്രത്തിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലാണ് പോകുന്നത്. ഞാൻ ഒരു തവണ ഈ ക്ഷേത്രത്തിൽ പോയതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കൂ. കുറച്ച് പേര് ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സ് മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ അഫിലിയേറ്റ് ലിങ്കായിട്ട് കൊടുത്തേക്കാം. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള, നല്ല വൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദന കളറാണ് കേട്ടോ. നല്ലൊരു റിച്ച് ലുക്ക് തരുന്നൊരു നല്ലൊരു ടോപ്പാണ്. പാൻറ്റും ടോപ്പും കോഡ് സെറ്റാണ്. അത് ഒരുപാട് പേര് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എടുത്തതാണ്. ഇവിടെ പുറത്തൊക്കെ ആൾക്കാർ ഇടുന്ന കണ്ടിട്ട് എടുത്തതാണ്. പിന്നെ ബസന്ത് നഗറിലാണ് നമ്മുടെ അഷ്ടലക്ഷ്മി ക്ഷേത്രം. നമ്മൾ പോകുന്നത് മറീന ബീച്ച് വഴിയാണ്. ഞങ്ങൾ മാപ്പ് ഇട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പോയി അവസാനം മറീന ബീച്ചിൻ്റെ അതുവഴി കടപ്പുറത്ത് കൂടിയാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇത്തവണ റോസാണ് മേടിച്ചത്. ആദ്യമായിട്ട് പോയ സമയത്ത് ഞങ്ങൾ താമരയാണ് മേടിച്ചു കൊടുത്തത് കേട്ടോ. അങ്ങനെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല. പിന്നെ അന്ന് കാണിക്കാത്ത ക്ഷേത്രത്തിലെ കുറച്ച് പോർഷൻ കൂടി ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ വന്നിട്ട് ഷോപ്പിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ വന്നപ്പോൾ അന്നപൂർണി ദേവിയുടെ ഒരു ചെറിയൊരു വിഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഐഡോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കറക്റ്റ് ഇന്നത്തെ ദിവസം നമ്മുടെ കയ്യിൽ അത് വന്നെത്തി എന്നുള്ളതാണ് സത്യം. പിന്നെ വേറൊരു മിറാക്കിളും കൂടി നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കണ്ടാലും മനസ്സിലാവും. നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാമേ നിങ്ങൾക്ക്. പിന്നെ അവിടെ കുപ്പിവളയൊക്കെ ഇരിപ്പുണ്ട്. എനിക്കാണെങ്കിൽ കുപ്പിവള ഇടാനായിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയിട്ട് പ്രശ്നം എന്തെങ്കിലും ആവുമെന്ന് വെച്ചിട്ട് പണ്ട് ഞാൻ കുപ്പിവള ഇട്ടിട്ട് കൈ പൊട്ടി അങ്ങനെ ഒരുപാട് ചോരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ കുപ്പിവളകൾ ഇടാറേ ഇല്ല. പക്ഷേ കാണാനായിട്ട് മറ്റുള്ളവർ ഇടുന്നത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ തന്നെ കാമാക്ഷി മെസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ. നമ്മൾ ടി നഗറിലാണ് വന്നേക്കുന്നത്. നമ്മൾ വഴി മാറി എങ്ങനെയോ ഇവിടെ വന്ന് പെട്ടതാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഒരു നല്ലൊരു നോൺ വെജ് മീൽസ് കഴിക്കണമെന്ന് ആഗ്രഹം കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇഞ്ചി അച്ചാറല്ല, അത് കരുവാട് തൊക്കാണ് കേട്ടോ. ഉണക്ക മീനിൻ്റെ തൊക്കാണ്. നല്ല ടേസ്റ്റാണ്. കുറച്ചാണ് തന്നിട്ടുള്ളത്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഈ കടയുടെ ഒരു റിവ്യൂ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങളിവിടെ വന്നിട്ട് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഏറ്റവും നല്ല കട ഏതാണ്. അപ്പോൾ ഇതിൽ സെക്കൻഡ് ഓപ്ഷൻ കണ്ടിട്ടുള്ള നോൺ വെജ് ഷോപ്പാണ് കേട്ടോ ഇത്. നിങ്ങൾ ഈ ടി നഗർ ഭാഗത്ത് വരുന്നവരാണെങ്കിൽ കാമാക്ഷി മെസ് മറക്കാതെ മറക്കരുത്. നല്ല ഭക്ഷണമാണ്. ഒരുപാട് കിട്ടും കഴിക്കാനായിട്ട്. കുറേ അധികം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ മീനിൽ തന്നെ ഒരുപാട് വെറൈറ്റി, ഞണ്ട്, കൊഞ്ച്, പലതരത്തിലുള്ള മീനിൻ്റെ വെറൈറ്റീസ്, പിന്നെ ചിക്കൻ കറി, മട്ടൻ കറി, അങ്ങനെ എല്ലാം നമുക്ക് നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റാത്ത അത്രയും രീതിക്കുള്ള ഭക്ഷണമാണ് നമുക്ക് അന്ന് അവിടെ നിന്ന് കഴിക്കാൻ കിട്ടിയത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ക്ഷേത്രത്തിൽ നിന്ന് സംഭവിച്ചൊരു മിറാക്കിൾ. നമുക്ക് അവിടെ നിന്ന് ലക്ഷ്മി ദേവി പൂജിച്ചിട്ടുള്ള ഒരു ലോട്ടസ് കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡ് കോയിനും. ഞങ്ങൾ കുബേരലക്ഷ്മിയുടെ സന്നിധിയിൽ എത്തിയപ്പോൾ അവിടുത്തെ പോറ്റി ഞങ്ങളോട് ചോദിച്ചു ഇങ്ങനെ കോയിൻ കൊടുക്കുന്നുണ്ട് വേണമെന്ന്. അപ്പം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത് എന്തിനാണ് ഇങ്ങനെ തരുന്നതെന്ന്. അപ്പം ഞങ്ങളോട് പോറ്റി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോയിൻ അവിടെ കുബേരലക്ഷ്മിയുടെ വിഗ്രഹത്തിൽ വെച്ച് പൂജിച്ച കോയിനാണ്. നമ്മൾ 150 രൂപ കൊടുക്കണം. അത് കൊണ്ടുവന്ന് നമ്മുടെ അലമാരയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ എടുത്ത് മാറ്റാൻ പാടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ധനവരവിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് ഈ ആടി വെള്ളി ദിവസത്തിലേക്ക് കിട്ടുള്ളൂ. ഇനി ഈ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് വെള്ളിയാഴ്ചയും കൂടെ കിട്ടും. അത് കഴിഞ്ഞാൽ അടുത്ത വർഷമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. 1 വർഷം കാത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നേ. അത് ഞങ്ങൾക്കൊരു പുതിയൊരു അറിവായിരുന്നു കേട്ടോ. എനിക്കിത് പുതിയൊരു അറിവായിരുന്നു. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവം നടന്നായിരുന്നു. ഞാൻ ഈ ക്ഷേത്രത്തിൽ എപ്പോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എനിക്ക് മിറാക്കിൾ പോലെ നടക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ നിന്ന് ഞങ്ങൾ വേല് മേടിച്ചത്. അതുപോലെ തന്നെ മുരുകൻ്റെ ഒരു ഐഡോള് മേടിച്ചു. ഇത്തവണ ഞങ്ങൾ അന്നപൂർണി ദേവിയുടെ ഒരു ചെറിയൊരു ഐഡോള് മേടിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്ലേറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ. ആ പ്ലേറ്റിനകത്ത് നമ്മൾ പച്ചരി ഇട്ടിട്ട്
അതിൻ്റെ മേലെ വേണം ദേവിയെ വെക്കാനായിട്ട്. വൈകുന്നേരം അതൊന്ന് കഴുകിയതിന് ശേഷം വിളക്ക് വയ്ക്കുന്ന സമയത്ത് പച്ചരി നിരത്തി അതിനകത്ത് അന്നപൂർണയെ വെച്ച് മഞ്ഞളും കുങ്കുമൊക്കെ തൊട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇടയിൽ ഞാൻ കാണിച്ചത് അതിരസാണ് കേട്ടോ, അവിടുത്തെ പ്രസാദമാണ്, അതും കൂടി മേടിച്ചിട്ടുണ്ട്. പിന്നെ റോസ് പൂക്കൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് പൂജാരി തന്നതാണ് കേട്ടോ. പിന്നെ ഈ താമരപ്പൂവ് ഇവിടെ നമ്മുടെ ഉരുളിയിലെ വെള്ളത്തിൽ കൊണ്ടുവച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിയായിരുന്നു കേട്ടോ, കാരണം ലക്ഷ്മി ദേവിയുടെ സന്നിധിയിൽ പൂജിച്ച പൂവാണത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഡേയും നല്ലൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഡേ ആയിട്ട് തോന്നിയായിട്ട്. ഈ വർഷത്തെ ആടിമാസം എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ആടിമാസമാണ്. കാരണം കുറേ അധികം മിറാക്കിൾസ് നടന്നിട്ടുള്ള ഒരു മാസമാണ് കേട്ടോ. കുറേ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ച ഒരു മാസമാണ് ഞങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.